ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ ഒരു 2 days ആയിട്ട് എന്നോട് ഒരാൾ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പറയാൻ പറഞ്ഞതാണ്. കാരണം അവർക്ക് അവരുടെ ഒരു സങ്കടം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു വീഡിയോ ആയിട്ട് ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് രാവിലെ ഒന്നും സമയം കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെയൊക്കെ എനിക്ക് തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു, അപ്പോൾ ഇന്നിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അപ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വരാനിടയായി. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ വരുന്ന അവർ ആദ്യത്തെ ഭർത്താവ് ഇങ്ങനെ വേറെ ആളുടെ കൂടെ പോയതൊക്കെയാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പിന്നെ ജീവിതത്തോട് മല്ലടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അവർക്ക് വലിയൊരു വിദ്യാഭ്യാസമോ കാര്യമോ ഒന്നുമില്ല, എന്നാലും ചെറിയ പെൺകുട്ടിയൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ പിന്നെ സെക്കൻഡ് മാരേജ് വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ല, പിന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാം, കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ല, അങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടായാലും ശരി അതിനെ പൂർണ്ണമായിട്ട് എനിക്ക് നോക്കാനുള്ള ഒരു ഇതില്ല, വീട്ടുകാരും കൂടെ സപ്പോർട്ട് വേണം എന്നൊക്കെ പറയുന്ന ഒരു ആളാണ് പുള്ളിക്കാരി പറഞ്ഞത് എന്നോട്. എന്തർത്ഥത്തിലാണ് പറയണതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സ്ത്രീയെ മാത്രം കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജനറേഷൻ മാറി വരുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക സംസാരിക്കാനും പഠിച്ചു, നല്ല പോലെ ജീവിക്കാനും പഠിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അച്ഛനും അമ്മയും ഒന്നും വേണ്ടാത്തൊരു സന്ദർഭങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കുഞ്ഞുള്ളത് അത് ഓക്കെ ശരി, അതവിടെ നിൽക്കട്ടെ. പിന്നെയെന്ന് വെച്ചാൽ ഒരു പ്രായമായി കുറച്ച്, ഇതിപ്പോൾ പ്രായമില്ലാത്ത ആളുടെ കാര്യമാണ് ഞാൻ പ്രായമായി കുറച്ച് ഈ കുട്ടികളെ മാത്രം ജീവന് തുല്യം സ്നേഹിച്ച് നിൽക്കുന്ന ആണാവട്ടെ അല്ല പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, ഇവർ നമ്മൾ പിന്നെ ജോലി ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ അവരെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫുൾ പ്രയത്നം അല്ലേ. അത് പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ രണ്ടാമത് വിവാഹം കഴിക്കാതെയും ഒക്കെ മക്കളെ മാത്രം നോക്കി, ഇനി നമ്മൾ രണ്ടാമത് വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലയോ, അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിലും രണ്ടാമത് വിവാഹം കഴിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ വിചാരിച്ച് അവനവൻ്റെ ജീവിതം എന്താ പറയുക ഒരു സർക്കിളിൽ ഒതുക്കിയിട്ട് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് നമുക്ക് ചുറ്റിനും ഇല്ലേ. പിന്നെയെന്ന് വെച്ചാൽ അവരുടെ മക്കളവരെ നോക്കും, മക്കളവരോട് നല്ല രീതിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നിരിക്കും. മനസ്സിലായോ? അത് ഞാൻ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് പറ്റിയൊരു പാർട്ട്ണറെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? ജീവിതത്തിൽ നിങ്ങളല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലായോ? പാർട്ട്ണർ മീൻസ് ഞാൻ പറഞ്ഞത് ഒരുവിധം പ്രായമുള്ള ആൾക്കാരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് മക്കളും ആരും ഇല്ലാത്ത ജോലി തേടി അവരവരുടെ പ്രൊഫഷൻ തേടി പോകുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും വീട്ടിൽ. മനസ്സിലായോ? ഈ ഒറ്റപ്പെടൽ ഇപ്പം അവർക്ക് മനസ്സിലാവില്ല. അച്ഛനും അമ്മേനെയും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പുരുഷന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പുരുഷന്മാരോടാണേലും സ്ത്രീകളോടാണേലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ചക്കര വാക്കുകളും തേനൊലിപ്പിക്കലൊക്കെ ഉണ്ടാവും, അതിലൊന്നും നമ്മൾ വീഴണ്ട. പക്ഷേ നമ്മൾക്ക് പറ്റിയ എല്ലാം തികഞ്ഞ ആരെയും കിട്ടൂല എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു 30% ഒക്കെ എന്തായാലും ഫാൾട്ടുള്ള
ഒരു പിന്നെ ജീവിതം തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റബിളാക്കി പോയിട്ട്, അപ്പോൾ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഹസ്ബൻഡ് മരിച്ചതാണേലും ശരി, വൈഫ് മരിച്ചതാണേലും ശരി, അല്ലെങ്കിൽ വൈഫ് വേറെ ആളുടെ കൂടെ പോയതാണേലും ശരി, ഹസ്ബൻഡ് വേറെ ആളുടെ കൂടെ പോയതാണേലും ശരി, അങ്ങനെയുള്ള ജീവിതത്തിൽ ഒറ്റപ്പെടുന്നൊരു സമയമുണ്ട്. അത് ഇല്ലയെന്ന് ആർക്കും പറയാൻ കഴിയില്ല, അല്ലേ? ഇല്ലയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ അവരുടെ മക്കൾ എന്താ പറയുക, മനസ്സിലാക്കിക്കോണമെന്നില്ല. എല്ലാവരെയും മനസ്സിലാക്കിക്കോണമെന്നില്ല. ചിലവരൊക്കെ മനസ്സിലാക്കുന്നതുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തർക്കുത്തരം പറയാനും, അവർക്ക് എന്താ പറയുക, അമ്മയെന്ന അല്ലെങ്കിൽ അച്ഛനെന്ന ഒരു ഇത് മനസ്സിലാകാതെ, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ വില മനസ്സിലാകാതെ പോകുന്നതുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും അമ്മയും അച്ഛനും എന്നും അമ്മയും അച്ഛനും തന്നെയാണ്. അപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഈ പറഞ്ഞ നമ്മളിങ്ങനെ തേനൂട്ടി പാലൂട്ടി, ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഒരാൾ, തേനൂട്ടി പാലൂട്ടി വളർത്തി കൊണ്ടുവന്ന മകള് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു. അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു. എന്തിനാണ്? അമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിന്. അതാണ് കാരണം. അത് ആരാന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല. എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ മക്കളെ, നിങ്ങൾക്ക് മാത്രം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രം സെറ്റിലായി സുഖമായിരിക്കുമ്പോൾ ഈ അമ്മയും ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ പെട്ടുപോകുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറയാനും നിങ്ങളെ ഒന്നും കിട്ടുന്നില്ലല്ലോ സമയത്തിന്. കിട്ടുന്നുണ്ടോ? നിങ്ങളെ കിട്ടുന്നില്ലല്ലോ സമയത്തിന്. മക്കളെ കിട്ടുന്നുണ്ടോ? ഏത് പേരൻസാണ് ഒറ്റയ്ക്ക് നിന്ന് മക്കളെ നോക്കുന്ന ഏതെങ്കിലും ഒരു പേരൻസിന് പറയാൻ പറ്റുമോ ഒരുവിധം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മക്കളെ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഈ മക്കൾക്ക് ചിലപ്പോൾ രണ്ടാമത് ഈ അമ്മയോ അച്ഛനോ ഒരു പാർട്ട്ണറെ തേടുന്നതിനോട് താല്പര്യമുണ്ടാവില്ല. ഭൂരിഭാഗവും അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ എൻ്റെ അമ്മ രണ്ടാമതൊരു പാർട്ട്ണറെ തേടണ്ട എന്നൊക്കെയൊരു ചിന്തകളുള്ള ജനറേഷനാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അവരൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞ്, അവർ ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞ്, അവർ വീടിന് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവരാലോചിക്കുന്നുണ്ടോ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒറ്റപ്പെട്ട വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥിതി ആ കുഞ്ഞുങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതാണ് സെൽഫിഷ്. അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്തത് ഇത്ര കാലവും. അത് നിങ്ങൾ തിരിച്ചറിയുക. എല്ലാവരെയും അല്ല പറയുന്നത്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും അല്ല പറയുന്നത്. മെസ്സേജ് എല്ലാവരെയും അല്ല പറയുന്നത്. എല്ലാവരും അങ്ങനെയല്ല. 100 പേര് എത്രയോ പേര് അങ്ങനെയല്ല. മനസ്സിലായില്ലേ? 100-ലെടുത്ത എത്രയോ ശതമാനം അങ്ങനെയല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ടു പോകുന്നതും ഇന്നലെ എന്നോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം എന്നോട് ആ അമ്മ പറഞ്ഞത്, ശ്രീജെ, എന്നെ ഇത്രയും കാലം എൻ്റെ മക്കൾ എന്നെ യൂസ് ചെയ്യായിരുന്നു. കാരണം അവർക്കത് വേണം, ഇത് വേണം, അവർക്ക് എല്ലാ കാര്യങ്ങളും വേണം, സാധനങ്ങൾ വേണം, അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ നമ്മളെ അവർ യൂസ് ചെയ്യായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നീട് അവർ വേറൊരു ആളെ ഈ സ്ത്രീ 10-13 കൊല്ലം ആരുമില്ലാതെ നിന്നു എന്ന് ആലോചിക്കണം. ഒറ്റപ്പെട്ട് നിന്ന സ്ഥിതിക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒറ്റയ്ക്കൊരു സ്ത്രീ നിൽക്കുമ്പോൾ ഉള്ള സ്വാഭാവികം പറച്ചിലുകൾ സഹിക്കവയ്യാതെ അവർ ഒരു ആളെ തിരഞ്ഞെടുത്തു. അതിന് വൈരാഗ്യം തീർത്തതാണ് മകൾ കേസ് കൊടുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ മക്കളെ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും? അമ്മമാർക്കില്ലേ? അച്ഛന്മാർക്കില്ലേ? നിങ്ങളതെന്ന് തിരിച്ചറിയും? ഞങ്ങളുടെ പ്രായമാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞങ്ങൾ എവിടെ ഉണ്ടാവും? ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ പ്രായമാകുമ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലായോ? അന്ന് നിങ്ങൾ മനസ്സിലാക്കും. അന്ന് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് മനസ്സിലാവും. ആ ഉമ്മ ഇന്നലെ എന്നോട് പറഞ്ഞത്,
നമ്മളെ യൂസ് ചെയ്യാണ്. മക്കൾ നമ്മളെ യൂസ് ചെയ്യണം. അതുവരെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറാൻ മക്കൾ യൂസ് ചെയ്യും. പിന്നെ മക്കൾ പറന്നു പോകും. മനസ്സിലായില്ലേ? പിന്നെ ഈ ഒറ്റപ്പെട്ട് ഈ മക്കൾ പറയുന്ന തർക്കുത്തരവും കേട്ട് നമ്മുടെ സങ്കടവുമാണ് നമ്മളെ കലങ്ങിയ രാത്രികൾ കഴിച്ചു കൂട്ടുന്നത് ഈ പേരൻസിനൊരു വല്ലാത്തൊരു ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു ജന്മമാത്രത്തിൽ ഈ ഒരു ജന്മത്തിൽ എന്തെല്ലാം അനുഭവിക്കണം അല്ലേ? എന്തെല്ലാം അമ്മമാരും അച്ഛന്മാരും അനുഭവിക്കണം. ചിലപ്പോൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവില്ല. കാരണം ബേസിക്കായിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു കണക്കിന് അമ്മയോ അച്ഛനോ സമ്പാദിച്ച് വെക്കാൻ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. തലമുറകൾ കൈമാറുന്ന സ്വത്തുക്കൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഈ ജീവിത രീതിയിലും ഒരിക്കലും പെട്ടെന്നൊരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുക ഒന്നും നടക്കുന്ന കാര്യമല്ല. അതിന് അമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ തലമുറകൾ നമുക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ബേസിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ, അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറ്റം പറയുന്ന മക്കളോട് പറയാനുള്ളത്, നാളെ നിങ്ങൾ ചിന്തിക്കുക. ഈ അമ്മയും അച്ഛനും പോയി കഴിയുമ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ അവരെ സ്നേഹിക്കുന്നൊന്നുമില്ല. സ്നേഹിക്കാത്ത മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് മരിക്കുന്നു, അന്നൊരു ഉച്ചവരെ അവരെ ഒരു ഗ്യാസ് കുറ്റിയിൽ തീർക്കേണ്ട ചാരമായി തീരുന്ന ഹിന്ദുക്കളാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടതോ പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതോ ആണെങ്കിൽ മണ്ണോട് മണ്ണായി ചേരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ വന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ 16 നടത്തുക എന്ന് പറയും. 15 ചാരം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ചെറിയ ഒരു കുടുക്ക, ഒരു മൺകുടുക്കയില ഭസ്മം എരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഭാരതപ്പുഴയിൽ ഒഴുക്കുക, അല്ലെങ്കിൽ ചില പുണ്യ നദികളിൽ ഒഴുക്കുക. എന്നിട്ട് 16 എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ? എന്തിന്? ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ള മക്കൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മനസ്സിലായോ? അല്ലെങ്കിൽ പേടിച്ചിട്ടാവും ചെയ്യുക. കാരണം മരിച്ചു പോയവരാരും തിരിച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. മരിച്ചവരെ ആരും കണ്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ഭാവനകൾ മാത്രമാണ് നമ്മൾക്ക് മുന്നിലുള്ളത്, അല്ലേ? അപ്പം അവർ ഭയപ്പെടുന്നു. എന്ത്? ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് വല്ല എൻ്റെ ഫാമിലിക്കും എനിക്കും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്യുന്നു? പേടിച്ചിട്ട് 16, 40 ഒക്കെ കഴിക്കുന്നു. എന്തിന്? നമ്മൾ തീർത്തും പറയണം, നമ്മളെ സ്നേഹിക്കാത്തതും ഇന്നലെ ഇപ്പം കേട്ട സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഇപ്പം നോക്കാത്തതുമായ മക്കളോട് ഒരിക്കലും അവരുടെ കർമ്മങ്ങൾ അവർ ചെയ്യാൻ യോഗ്യരല്ല. മനസ്സിലായില്ലേ? അവരുടെ 16 ചെയ്യണ്ട, അടിയന്തരവും ചെയ്യണ്ട. നിങ്ങൾ പൊട്ടിമുളച്ച് വന്നതാണല്ലോ. ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ വറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ കഴിച്ചത്? മക്കളോട് ചോദിക്കട്ടെ, ആദ്യത്തെ വറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് കഴിച്ചത്? പിറന്നു വീണ് കഴിയുമ്പോൾ അമ്മയുടെ മാറത്തുള്ള 2 അമൃത കുംഭങ്ങളിൽ നിന്ന് വീഴുന്ന വറ്റല്ലേ നിങ്ങൾ കഴിച്ചത്? അതിനാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. മുലപ്പാൽ. അമ്മയുടെ 2 അമൃത കുംഭങ്ങൾ എത്ര കാലം നിങ്ങൾ മേത്ത് കയറി, നിങ്ങൾ ചാടി മറിഞ്ഞ് വലിച്ചു കുട്ടിച്ചു. അവരെ ഒരു സൈഡിൽ ഉറക്കാൻ കിടത്താതെ എത്ര വർഷം നിങ്ങൾ അമ്മയുടെ വറ്റ് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾ അമ്മയുടെ 16 ചെയ്യണ്ട, 40 ചെയ്യണ്ട. എന്നോട് ഇന്നലെ എൻ്റെ സമപ്രായമാണോയെന്ന് എനിക്കറിയില്ല, ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അവരെന്നോടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇങ്ങനെയുള്ള മക്കൾ ഒരിക്കലും അമ്മേൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്ന് പൊട്ടിക്കരയുകയും കണ്ണീരൊഴുക്കി, ആ കണ്ണീര് ഞങ്ങൾക്ക് കാണണ്ട, ആ കണ്ണീര് ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? ഈ അമ്മമാരെയും അച്ഛന്മാരെയും വിഷമിപ്പിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊല്ലം നിങ്ങൾ ആഘോഷിക്കേണ്ട, ഞങ്ങൾ മരിച്ചത് നിങ്ങൾ ആഘോഷിക്കേണ്ട. ഇനിയും
നിങ്ങളൊരു ഗ്യാസ് കുറ്റി പോലും മുടക്കണ്ട. കാര്യം എന്താ? അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടാവും. മരിച്ചു എന്നറിയുമ്പോൾ ഓടി വരാൻ എത്ര പേരുണ്ട്. അവർ കൊണ്ടുപോയിക്കോളും, അവർ കൊണ്ടുപോയി ചെയ്തോളും. ആ ഒരു പൈസ പോലും നിങ്ങൾ മുടക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ മക്കളോട് പറയുക. എന്ത് പറയുക? പേരൻസിനോട്, പേരൻസ് അല്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ മക്കൾ നിങ്ങളെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്ത് അവർ വളർന്ന് പ്രൊഫഷണലി എത്തിക്കഴിയുമ്പം നിങ്ങളെ അവർ തർക്കുത്തരം പറഞ്ഞ് മറിച്ചിട്ട് എടി പോടി മറ്റേത് മറിച്ചത് തള്ള എന്നൊക്കെ പറഞ്ഞു, തന്ത എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുന്നു. മയക്കുമരുന്നിന് അടിമയായി പോകുന്നു. ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കർമ്മങ്ങൾ അവർ ചെയ്യണ്ട. മനസ്സിലായില്ലേ? അത് നമ്മളെല്ലാവരും തീരുമാനം എടുക്കണം. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും തീരുമാനം എടുക്കും. നമ്മുടെ കർമ്മങ്ങൾ അവർക്ക് ചെയ്യാൻ യോഗ്യതയില്ല. മനസ്സിലായോ? 1% പോലും യോഗ്യതയില്ല. അമ്മേനെ അച്ഛനെ മനസ്സിലാക്കാത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ നടത്താൻ 1% പോലും യോഗ്യതയില്ല. ആ ബേസിൽ നിങ്ങൾ ചോറും ബിരിയാണിയും തിന്നാൻ നിൽക്കണ്ട. നാട്ടുകാർക്കും തിന്നാൻ കൊടുക്കണ്ട. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പല അമ്മമാരും പല അച്ഛന്മാരും മക്കളുടെ കുത്തുവാക്കുകൾ കേട്ട് ഇന്ന് ജീവിക്കേണ്ട ഗതികേടാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വതന്ത്രത്തിൽ പോകാം. പക്ഷേ ഒരു അമ്മയോ ഒരു പിതാവിനെയോ ഒരു മാതാവിനെയോ നിങ്ങൾക്കൊന്നും പറയാൻ അവകാശമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്നും പറയാൻ അവകാശമില്ല. നിങ്ങൾ പറയണ്ട. അവർ പുഴുത്ത് ചാവോ, അവരെവിടെയെങ്കിലും കിടന്ന് മരിക്കോ, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അവരെ സഹായിക്കാനോ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം? ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ച് നീണ്ടുപോയി. 10 മിനിറ്റ് മാത്രം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. 10 മിനിറ്റ് മാത്രം ചെയ്യാം താത്ത, ഞാൻ എന്തായാലും ഇന്ന് ഇടാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. എൻ്റെ വീഡിയോ അവർ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരുടെ മക്കൾക്കും മനസ്സിലായി, മറ്റുള്ള ഇങ്ങനെയുള്ള മക്കൾക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക. ടേക്ക് കെയർ. ഓക്കെ, ഗുഡ് ബൈ.